സ്ഥാനാർത്ഥി നിർണയം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. പാർട്ടി നടപടി നേരിട്ട മുൻ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്ത്. 6ാം വാർഡായ എടായിക്കലിൽ മത്സരിക്കുന്ന CK ഫൈസലിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ലെന്നും വാർഡിൽ മത്സരിക്കുമെന്നും ഇവർ പറഞ്ഞു. 10 വർഷമായിട്ട് പാർട്ടിയോട് യാതൊരു ഇതുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഫൈസൽ. ഫൈസൽ ഇപ്പം 18-ാം തീയതി അവർ പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ആരെയും വേറെ അവിടെ മുസ്ലിം ലീഗുകാരെ സൈഡാക്കിയിട്ട് അവിടെ മുന്നത്തെ ജനകീയ മുന്നണിക്കാരും ലീഗ് വിരുദ്ധരും എല്ലാവരും പാട് ഒരു കമ്മിറ്റി അവിടെ നിലവിലുണ്ടായിരിക്കെ ആ കമ്മിറ്റിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി അവരുടെ ഗ്രൂപ്പ് താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ലീഗ് വിരുദ്ധരെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ഫസ്റ്റിൽ ഇവനായിരുന്നു സെക്രട്ടറി. പിന്നെ അത് മാറി അവർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ആ കമ്മിറ്റിയിലും വേറെ മുസ്ലിം ലീഗുകാരും അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വന്നപ്പോൾ ഇവരെ ഗ്രൂപ്പ് താല്പര്യത്തിൻ്റെ പ്രകാരം ഈ ഫൈസൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി അവർ പഞ്ചായത്ത് കമ്മിറ്റി കെട്ടിയിറക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്നും ഈ നിമിഷം വരെ പാർട്ടിയിലില്ല. അന്ന് കഴിഞ്ഞ 2015-20 കാലഘട്ടത്തിൽ ആ ബോർഡിൽ ഇയാൾ ജയിച്ച് വന്നിട്ട് നിരന്തരം 10 സീറ്റ് LDF-നും 11 സീറ്റ് മുസ്ലിം പിന്നെ UDF-നും ഉണ്ടാകുന്ന ടൈമിൽ ഈ ഒരു സീറ്റിൻ്റെ ഇതും വെച്ചിട്ട് നിരന്തരം UDF സംവിധാനത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു ഭരണമായിരുന്നു അവിടെ കാഴ്ചവെച്ചിരുന്നത്. അന്നും പാർട്ടിക്ക് കീഴൊതുങ്ങാതെ ഭരണസമിതിക്ക് കീഴൊതുങ്ങാതെ മൂപ്പരൊരു വൺലൈനായി പോവുകയായിരുന്നു. സ്ഥാനാർത്ഥിയാക്കിയ ഫൈസലിനെ മാറ്റിയിട്ട് അവിടെ വേറൊരു സ്ഥാനാർത്ഥിനെ നമ്മളെല്ലാവരും കൂടി നമ്മൾ 6ാം വാർഡിലെ ആൾക്കാരെ കൂടി അവിടെ നിശ്ചയിച്ചാൽ നമ്മളവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോകും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഇനി ഈ പ്രശ്നങ്ങൾ പൊക്കി കൊണ്ടുപോയാൽ വളരെ നാശത്തിലേക്ക് നമ്മളെ നാട്ടിനൊക്കെ വളരെ മോശപ്പെട്ട വിഷയമായി മാറും. 6ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ഫൈസൽ മുസ്ലിം ലീഗിനകത്തു നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ നിരന്തരം പ്രവർത്തിച്ച വ്യക്തിയാണെന്നാണ് ഈ വാർഡിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവർ പറയുന്നത്. 2015-ൽ ഒരു സീറ്റിന്റെ പിൻബലത്തിൽ നിൽക്കുമ്പോൾ ഈ മെമ്പറുടെ ഭാഗത്തു നിന്ന് ഭരണം അട്ടിമറിക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നതായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6ാം വാർഡിൽ സ്വന്തം ഭാര്യയെ മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതയായി മത്സരിപ്പിച്ചതായും ഫൈസലിനെതിരെ ഉയർന്ന ആരോപണമാണ്. അന്നത്തെ ജില്ലാ പ്രസിഡന്റായിരുന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾ 6 വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതുമാണ്. ഇതുവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടുമില്ല. പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത വ്യക്തിയെ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികളിലെ ചില വ്യക്തികളുടെ താൽപര്യത്തിന് സ്ഥാനാർത്ഥിയാക്കിയെന്ന് 6ാം വാർഡിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരോപിച്ചു. ഇന്നും പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടുമില്ല, മെമ്പർഷിപ്പ് എടുക്കാൻ കൂട്ടാക്കിയിട്ടുമില്ല. അല്ലെങ്കിൽ വാക്കാലെങ്കിലും പാണക്കാട്ടിൽ നിന്ന് ഞങ്ങളുടെ നേതൃത്വം അതാണല്ലോ, അവിടുന്ന് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തു എന്നുള്ളൊരു വാക്ക് പോലും വന്നിട്ടില്ല. ഇന്നലെ 18-ാം തീയതി ഇവർ മറ്റുള്ള സാധാരണ മുസ്ലിം ലീഗുകാരെയൊക്കെ അവിടേക്ക് അടുപ്പിക്കാതെ കണ്ണിക്കണ്ട പിന്നെ യുവജന മുന്നണിക്കാരും മറ്റൊരു എല്ലാം പാടെ കൂടിയിട്ട് ഇവർ ഏകപക്ഷീയമായിട്ട് ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അമീൻ വന്നിട്ട് ഏകപക്ഷീയമായിട്ട് പെരുമാറിയത്. ഒരു കമ്മിറ്റി കൂടുമ്പോൾ 24 ആളാണ് അവർ കൂടിക്കുന്നത്. 6 ആളെ ഒരു മധ്യസ്ഥ ശ്രമത്തിൻ്റെ പേരിൽ 6 ആളെ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞിട്ട് 6 ആൾ ഞങ്ങൾ ചെന്നപ്പോൾ 6ഉം 24 ഒരു രസകരമായ ഒരു കാര്യമാണ് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത്. ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കൊന്നുമില്ല. മൂപ്പര് ഏത് സ്കൂളാണ് പഠിച്ചിക്കണേ എനിക്കറിയില്ല. 6ാം വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് CK ബാപ്പൂട്ടി ഹാജി, സെക്രട്ടറി മാനുപ്പ എടായിക്കൽ, ട്രഷറർ CK മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവരാണ് ഫൈസലിനെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 6ാം വാർഡിലെ സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. വാർഡിൽ പാർട്ടി പ്രവർത്തകരുടെ മെമ്പർഷിപ്പ് അനുസരിച്ച് കമ്മിറ്റി നിലനിൽക്കെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിന്റെ അറിവോടെ മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതായി ഇവർ പറഞ്ഞു. നമ്മളെ എടായിക്കൽ 6ാം വാർഡിൽ ഒരു കമ്മിറ്റി നിലനിൽക്കുമ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ വാർഡ് കമ്മിറ്റി നിലനിൽക്കുമ്പോൾ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടാക്കി. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് അവരോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മണ്ഡല കമ്മിറ്റിക്ക് ലെറ്റർ കൊടുത്തു. ലെറ്റർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് ഫോട്ടോസ്റ്റാറ്റാണ്. എന്നിട്ട് ഒറിജിനൽ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടായില്ല. ഇപ്പം ലാസ്റ്റ് വെച്ചിട്ട് ആനമങ്ങാട്ടിലെ ഒരു യൂസുഫാക്കിയും സാഹിലും ആ മാഷും ഞങ്ങളെ മെയ്തൊക്കെ പാട്ട് കൊടുക്കുക മധ്യസ്ഥ കൂടിയിട്ട് 5-6 പ്രാവശ്യം വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ മധ്യസ്ഥയും ഇവർ കൂട്ടാക്കിയില്ല. പിന്നെ അതിൻ്റെ ഒക്കെ പുറത്ത്
ഞങ്ങളെ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു 2 കമ്മിറ്റിയും പിരിച്ചു വിട്ടിട്ട് നല്ലൊരു കമ്മിറ്റി 6-ാം വാർഡിൽ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോവുക. അത് അവർ സ്വീകരിച്ചില്ല. ഇന്നലെ പോലും പറഞ്ഞത് മേപ്പിട്ട് വിടുകയാണെന്ന് പറഞ്ഞു. മേപ്പിട്ട് വിട്ട എവിടുക്കാൻ മണ്ഡലം കമ്മിറ്റിക്ക് അത് പോയിട്ടുമില്ല, എത്തിയിട്ടുമില്ല, ഞങ്ങളെ വിളിച്ചിട്ടുമില്ല. അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പാർലമെന്റ് ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോൾ പോലും അദ്ദേഹത്തെ അപമാനിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായതായി ഇവർ കുറ്റപ്പെടുത്തി. അന്ന് പാർട്ടിയിൽ നിന്ന് 3 മാസം സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നജീബ് കാന്തപുരത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നതായും ഇവർ ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവൻ്റെ ഭാര്യനെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി മത്സരിച്ച് അന്നത്തെ പാർട്ടി പ്രസിഡന്റ് സാദിഖ് തങ്ങൾ ഇവരെ റിബലുകളെയൊക്കെ പാടെ വിളിച്ച് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല, അവിടെ ചെന്നില്ല. ആ ധിക്കാരപരമായിട്ടുള്ള രീതിയിൽ തങ്ങന്മാർ പറഞ്ഞാലും കേൾക്കില്ല. ഇവിടെ പണ്ഡിതന്മാർ ഇടപെട്ടില്ല. 1-2 പേര് അപ്പോൾ പറയില്ല, 1-2 പണ്ഡിതന്മാർ ഇടപെട്ടിട്ട് അവർ അപമാനിച്ച് വിട്ടിട്ട് ഒരു കുടുംബമഹിമി ഇതും പറഞ്ഞിട്ട് പാരമ്പര്യം പറഞ്ഞിട്ട് ഞാൻ ആര് നിന്നാലും ജയിക്കും, എനിക്ക് പാർട്ടിയോ കൊടിയോ ചിഹ്നമോ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ പിന്തുണയോ ആവശ്യമില്ല, എനിക്കിൻ്റെ അഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് നിരന്തരം പാർട്ടിയുടെ കലയിൽ നിന്ന് തോറ്റുപോയി. ആ ആള് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് സാഹിബ് മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നജീബ് സാഹിബിനെതിരെ പരസ്യമായിട്ട് ഇവരെ കൂട്ടാളികളും വോട്ട് പിടിച്ചിട്ട് 250ഓളം വോട്ട് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ലീഡ് കുറച്ചു. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം പാർട്ടിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം പരിഹരിക്കണമെന്നും ഉടൻ പരിഹാരമാർഗം ഉണ്ടായില്ലെങ്കിൽ 6-ാം വാർഡിൽ മാനു എടായ്ക്കലിനെ മത്സരിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.